അർഷിത്തിന്റെ മരണം ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസിന്റെ വൻ വീഴ്ച പുറത്ത്. മുന്നറിയിപ്പ് നൽകിയ അമ്മുമ്മയോട് ഉദ്യോഗസ്ഥൻ തട്ടിക്കയറുന്ന ഓഡിയോ കേരളീയം ന്യൂസിന്. നമസ്കാരം, കേരളീയം ന്യൂസിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്ത് 20 മാസം മാത്രം പ്രായമുള്ള അർഷിത് എന്ന പിഞ്ചു കുഞ്ഞ് മർദ്ദനമേറ്റു മരിച്ച സംഭവത്തിൽ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിന്റെയും പോലീസിന്റെയും ഭാഗത്തു നിന്നുണ്ടായത് സങ്കല്പിക്കാൻ പോലുമാകാത്ത അനാസ്ഥയെന്ന തെളിവുകൾ. കുഞ്ഞ് ക്രൂരമായ പീഡനത്തിന് ഇരയാകുന്നുണ്ടെന്ന് കാണിച്ച് അർഷിതിന്റെ അമ്മുമ്മ റീന ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസിലേക്ക് വിളിച്ച ഫോൺ സംഭാഷണം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ കൈകൂപ്പി അപേക്ഷിച്ച അമ്മുമ്മയോട് നിങ്ങൾ വെറുതെ തോന്നലുകൾ പറയുകയാണെന്നും വൈരാഗ്യം തീർക്കുകയാണെന്നും പറഞ്ഞ് പരിഹസിക്കുകയാണ് ഉദ്യോഗസ്ഥൻ ചെയ്തത്. സിസ്റ്റത്തിന്റെ ഈ വൻ വീഴ്ചയാണ് ഒടുവിൽ ആ പിഞ്ചു കുഞ്ഞിന്റെ ജീവൻ എടുത്തത്. അങ്ങനെയൊക്കെ നിങ്ങൾ കേട്ടാക്കി പിന്നെ എന്തിനാണ് നിങ്ങൾ ചെയ്തത്? ഞാനൊരു അമ്മയെ ഇതിപ്പോ നിങ്ങൾ എല്ലാം ചിന്തിച്ചെടുക്കുന്നതാ. പരാതി ഇന്നലെ കൊണ്ട് കൊടുത്തു. അത് പോലീസിന്റെ അടുത്ത് പറയണം. ഇന്നലെ രാത്രിയിൽ ആ കൊച്ചിനെ വല്ലതും ചെയ്യുവാണെങ്കിൽ സാർ ആ ഒരു പേടി ഉള്ളിലുണ്ട്. എനിക്ക് അങ്ങനെയൊന്നും പറയുന്നത് എല്ലാം നമുക്ക് ഈ ചിന്താഗതി. അപ്പൊ കുട്ടി ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം. പക്ഷെ എന്റെ കുഞ്ഞിനെ എനിക്ക് ആ കുഞ്ഞിന്റെ മുഖം കണ്ടു കഴിഞ്ഞാല് സഹിക്കൂല സാർ. കാരണം വെച്ചാൽ അതിന്റെ ആ ഒരു ദയനീയ അവസ്ഥ. ഞാനും 3 മക്കളെ പെറ്റ് വളർത്തിയെങ്കിലും ഇതുവരെയും എന്റെ കുഞ്ഞുങ്ങളുടെ ദേഹം പോലും മുറിയാൻ അനുവദിക്കാണ്ടാണ് ഞാൻ വളർത്തിയത്. പക്ഷെ അവള് എങ്ങനെ ഈ കുട്ടിയോട് അതൊന്നും അങ്ങനെയൊന്നും ആയിരിക്കില്ല. ചിലപ്പോൾ അത് നിങ്ങൾക്ക് അയാളടുത്തുള്ള ദേഷ്യങ്ങളുണ്ട്, ചിലപ്പോൾ തോന്നുന്നതാവാം. ഇപ്പൊ കുട്ടി തന്നെ വീണത് തന്നെയാവാം. നമ്മൾ എന്ത് ചിന്തിക്കുക? എന്തായാലും അത് പോലീസ് ഒന്ന് അന്വേഷിക്കട്ടെ കേട്ടോ. അവരെ വിളിച്ചിട്ട് കാര്യങ്ങൾ നോക്കട്ടെ, നമ്മളത് അന്വേഷിക്കാം. ഓക്കെ, നമ്മൾ എന്തെങ്കിലും വിസിറ്റ് ചെയ്തോ? എന്തെങ്കിലും ആക്ഷൻ? ഞാൻ വിസിറ്റ് ചെയ്തിരുന്നു, കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു. മെയ് 3-ാം തീയതി തന്നെ. മെയ് 3 നമ്മളെന്ത് മരണം നടന്നിട്ട് കഴിഞ്ഞ മെയ് 29-നാണ് തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശിയായ അർഷിത് എന്ന 20 മാസം പ്രായമുള്ള കുഞ്ഞ് ക്രൂരമായ മർദ്ദനത്തെ തുടർന്ന് മരണപ്പെടുന്നത്. അമ്മ അഖിലയുടെ പങ്കാളി അഷ്കർ കുഞ്ഞിനെ നിരന്തരം ഉപദ്രവിച്ചിരുന്നു. എന്നാൽ കുഞ്ഞിന്റെ മരണം നടക്കുന്നതിന് 1 മാസം മുൻപ്, കൃത്യമായി പറഞ്ഞാൽ മെയ് 3-ന് തന്നെ കുഞ്ഞിന്റെ ജീവന് ഭീഷണിയുണ്ടെന്ന് കാണിച്ച് അമ്മുമ്മ റീന ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസിലേക്ക് വിളിച്ചിരുന്നു. കുഞ്ഞിന്റെ 2 കൈകളും ഒടിഞ്ഞ പ്ലാസ്റ്റർ ഇട്ട ചിത്രം വാട്സപ്പിൽ കണ്ടതോടെയാണ് നിർഭയ വോളണ്ടിയർ കൂടിയായ അമ്മുമ്മയ്ക്ക് സംശയം തോന്നിയത്. ഒരു ചെറിയ സൈക്കിളിൽ നിന്ന് വീണാൽ കുഞ്ഞിന്റെ 2 കൈകളും ഒരേപോലെ ഒടിയുമോ എന്നായിരുന്നു ഇവരുടെ ചോദ്യം. എന്നാൽ ഫോൺ എടുത്ത ഉദ്യോഗസ്ഥൻ ഈ പരാതിയെ തീർത്തും നിസ്സാരവൽക്കരിക്കുകയാണ് ചെയ്തത്. പരാതി ഗൗരവമായി എടുക്കുകയോ കുഞ്ഞിന്റെ ചിത്രം വാട്സപ്പിൽ വാങ്ങി പരിശോധിക്കുകയോ ചെയ്യാൻ പോലും ചൈൽഡ് പ്രൊട്ടക്ഷൻ ഹെൽപ്പ് ലൈൻ ജീവനക്കാരൻ തയ്യാറായില്ല. ഉദ്യോഗസ്ഥന്റെ ഈ ക്രൂരമായ അനാസ്ഥയുടെ ഫലമാണ് പിന്നീട് കേരളം കണ്ടത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കുഞ്ഞിന്റെ ശരീരത്തിൽ 100ഓളം മുറിവുകളാണ് കണ്ടെത്തിയത്. വാരിയലുകൾ തകർന്നിരുന്നു. കുഞ്ഞ് ഓടാതിരിക്കാൻ കാൽപാദങ്ങൾ പൊള്ളിച്ചിരുന്നു. ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് മാത്രമല്ല, കുഞ്ഞിനെ കൈയൊടിഞ്ഞ് പ്രവേശിപ്പിച്ച 2 ആശുപത്രികളും ഈ ക്രൂരത പോലീസിനെ അറിയിച്ചില്ല. നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിൽ അമ്മുമ്മ നൽകിയ പരാതി അമ്മ അഖിലയുടെ എതിർപ്പും ഭീഷണിയും കാരണം പിന്നീട് പിൻവലിക്കേണ്ടി വന്നു. എങ്കിലും ഒരു കുഞ്ഞ് ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്നു എന്ന വിവരം കിട്ടിയിട്ടും ഒന്ന് പോയി അന്വേഷിക്കാൻ പോലും ചൈൽഡ് വെൽഫെയർ സംവിധാനങ്ങൾ തയ്യാറാകാതിരുന്നത് വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. അധികൃതർ കൃത്യസമയത്ത് ഇടപെട്ടിരുന്നെങ്കിൽ അർഷിത് ഒന്ന് ജീവനോടെ ഉണ്ടാകുമായിരുന്നു എന്ന് കണ്ണീരോടെ അമ്മുമ്മ റീന പറയുന്നു. സംഭവത്തിൽ അന്വേഷണം നടത്തി കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുമെന്ന് ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ അറിയിച്ചിട്ടുണ്ട്. നിയമം കാക്കേണ്ടവരും കുഞ്ഞുങ്ങൾക്ക് തണലാകേണ്ടവരും കണ്ണടയ്ക്കുമ്പോൾ ഇല്ലാതാകുന്നത് പിഞ്ച് ജീവനുകളാണ്. ന്യൂസ് ഡെസ്ക് കേരളീയം ന്യൂസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.